നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. NSS സുകുമാരൻ നായരുടെ കുടുംബ സ്വത്തൊന്നുമല്ല. കേരളത്തിലെ നായന്മാരുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശം സുകുമാരൻ നായർക്ക് പതിച്ചു കൊടുത്തിട്ടുമില്ല. ആ കസേരയിൽ ഇരുന്ന് വെറുതെ നാണം കെടാതെ ഇറങ്ങിപ്പോയിക്കൂടെ എന്നുള്ള വലിയ വിമർശനം സുകുമാരൻ നായർക്ക് നേരെ ഇപ്പോൾ ഉയരുകയാണ്. സുകുമാരൻ നായർ എല്ലാവരെയും കയറി അഹങ്കാരി, ധിക്കാരി എന്നൊക്കെ വിളിക്കും. എന്നാൽ ഏറ്റവും വലിയ അഹങ്കാരവും ധിക്കാരവും ധാർഷ്ട്യവും സുകുമാരൻ നായരുടെ കൈകളിൽ തന്നെയാണ് എന്നും ഇതിനെ എല്ലാവർക്കും അങ്ങ് അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്നും നിങ്ങൾ ഒരു പാഴ് ജന്മമാണെന്നും വലിയ വിമർശനമാണ് ഇപ്പോൾ സുകുമാരൻ നായർക്ക് നേരെ ഉയരുന്നത്. VD സതീശൻ അഹങ്കാരിയാണെന്ന് പ്രഖ്യാപിച്ച് സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത വിമർശനമായിരുന്നു VD സതീശന് നേരെ ഉന്നയിച്ചത്. ഇതോടുകൂടി സുകുമാരൻ നായർക്ക് നേരെ പല കോണിൽ നിന്നാണ് ഇപ്പോൾ വിമർശനങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ കട്ടയ്ക്ക് മറുപടി കൊടുത്തിരുന്നു. ഗണേഷ് കുമാറുമായിട്ടും വലിയ പോരിലായിരുന്നു സുകുമാരൻ നായർ. ഇപ്പോൾ മേജർ രവി ചില കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ രൂക്ഷ വിമർശനമാണ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ മേജർ രവി നടത്തിയിരിക്കുന്നത്. കയ്യിലിരിപ്പ് കൊണ്ടാണ് സുകുമാരൻ ഇപ്പോൾ തെറിവിളി കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് സോഷ്യൽ മീഡിയയിലും മറുപടികൾ. സുകുമാരൻ നായരുടേത് ഏകാധിപത്യ സ്വഭാവമാണെന്നും NSSനെ സ്വന്തം കുടുംബ സ്വത്തായാണ് അദ്ദേഹം കാണുന്നതെന്നും മേജർ രവി ആരോപിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടല്ല, മറിച്ച് നായർ സമുദായത്തിലെ ഒരു അംഗം എന്ന നിലയിലാണ് താൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതെന്നും മേജർ രവി പറഞ്ഞു. സുരേഷ് ഗോപിയെയും ഉപരാഷ്ട്രപതിയെയും അപമാനിച്ചു. സുകുമാരൻ നായരുടെ അഹങ്കാരത്തിന് അതിരുകളില്ല എന്ന് മേജർ രവി വിമർശിച്ചു. സുരേഷ് ഗോപി പെരുന്നയിലെത്തിയപ്പോൾ അദ്ദേഹത്തെ ആട്ടിപ്പായിക്കുന്ന സമീപനമായിരുന്നില്ലേ സുകുമാരൻ നായർ സ്വീകരിച്ചത്? ഇന്ത്യൻ ഉപരാഷ്ട്രപതി എത്തിയപ്പോൾ അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിക്കാനും സുകുമാരൻ നായർ തയ്യാറായി. ഭരണഘടനാ പദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രിയെ അവനെ ഞാൻ കാൽ കീഴിൽ കൊണ്ടുവരും എന്ന് പറയാൻ മാത്രം അഹങ്കാരിയായി സുകുമാരൻ മാറിയെന്നും മേജർ രവി കുറ്റപ്പെടുത്തി. പെരുന്നയിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ നടൻ മോഹൻലാലിനെ സുകുമാരൻ നായർ നിരന്തരം ഫോണിൽ വിളിച്ച് നിർബന്ധിച്ചിരുന്നു. സിനിമാ തിരക്കുകൾക്കിടയിലും താൻ അടക്കം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മോഹൻലാൽ അവിടെ പോയത്. എന്നാൽ തൊട്ടടുത്ത ദിവസം ക്ഷണിക്കാതെയാണ് മോഹൻലാൽ വന്നത് എന്ന തരത്തിൽ പത്രത്തിൽ വാർത്ത നൽകി അദ്ദേഹത്തെ അപമാനിക്കുകയാണ് സുകുമാരൻ നായർ ചെയ്തത്. KB ഗണേഷ് കുമാറിനെ NSS ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നിൽ സുകുമാരൻ നായരുടെ അരക്ഷിതാവസ്ഥയാണെന്ന് മേജർ രവി ചൂണ്ടിക്കാണിച്ചു. ഭാവിയിൽ ഗണേഷ് കുമാർ NSS പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമോ എന്ന ഭയമാണ് സുകുമാരൻ നായരെ ഇതിന് പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷമായി LDF സർക്കാരിൽ നിന്ന് നിരവധി ആനുകൂല്യങ്ങൾ പറ്റിയിട്ടുള്ള സുകുമാരൻ നായർ ഇപ്പോൾ മകനെ അടുത്ത ജനറൽ സെക്രട്ടറി ആക്കാനുള്ള ശ്രമത്തിലാണ്. കഴിഞ്ഞ 30 വർഷമായി NSSൽ ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പുകൾ ഒന്നും നടക്കുന്നില്ല എന്നും മേജർ രവി ആരോപിച്ചു. നായർ സമുദായത്തിന് വേണ്ടി സുകുമാരൻ നായർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ മേജർ രവി തൃത്താലയിലെ NSS ഭൂമിയുടെ കാര്യവും ഉന്നയിച്ചു. 1973 ഗംഗാധരൻ വൈദ്യർ എന്നൊരാൾ കോളേജ് തുടങ്ങാനായി 40 ഏക്കർ ഭൂമി നൽകിയിരുന്നു. എന്നാൽ അവിടെ ഒരു LP സ്കൂൾ പോലും ഇതുവരെ തുടങ്ങിയിട്ടില്ല. പകരം അതിലെ 10 ഏക്കർ ക്വാറി നടത്താൻ നൽകി. ഇതിനെതിരെ കോടതിയെ സമീപിച്ച വൈദ്യരെ സുകുമാരൻ നായർ അപമാനിച്ചിറക്കി വിട്ടുവെന്നും മേജർ രവി വെളിപ്പെടുത്തി. NSSന്റെ രഹസ്യമാക്കി വെച്ചിട്ടുള്ള ബൈലോ പുറത്തു കൊണ്ടുവരാനും സുകുമാരൻ നായരെ താഴെ ഇറക്കാനും നിയമ പോരാട്ടം നടത്തുന്ന പ്രൊഫസർ ഹരിദാസിനൊപ്പം താൻ പൂർണ്ണ പിന്തുണയോടെ ഉണ്ടാകുമെന്നും മേജർ രവി വ്യക്തമാക്കി. സമുദായത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഈ അഹങ്കാരം ഇനിയെങ്കിലും സുകുമാരൻ നായർ അവസാനിപ്പിക്കണമെന്നും മേജർ രവി മുന്നറിയിപ്പ് കൊടുത്തു. ഇപ്പോൾ സുകുമാരൻ നായരുമായിട്ടുള്ള വിഷയം, അതായത് നായർ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ സുകുമാരൻ നായർക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. NSS എന്തോ സുകുമാരൻ നായരുടെ കൈവെള്ളയിലെ ഒരു വസ്തു പോലെയാണ് കൊണ്ടു നടക്കുന്നത്. താൻ പറയും എല്ലാവരും അത് അനുസരിച്ചോളണം എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് സുകുമാരൻ നായർക്കെന്നും എല്ലാവർക്കും അത് അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ലെന്നും സുകുമാരൻ നായരുടെ കാല് നക്കി നടക്കുന്നവർ മാത്രം അതനുസരിച്ചോട്ടെ, അല്ലാതെ നായന്മാരുടെ മുഴുവൻ നെഞ്ചത്തോട്ട് കയറാൻ സുകുമാരൻ നായർ വരണ്ട എന്നാണ് സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ ചർച്ച കത്തിക്കാളുന്നത്. സുകുമാരൻ നായരെ ചവിട്ടി പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. പെരുന്ന പോപ്പാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കയറി ഇരുന്ന് ഞെളിഞ്ഞ് കുടുംബത്തോട്ട് പലതും കൊണ്ടുപോകുകയാണ് സുകുമാരൻ നായർ. ഒരു അന്വേഷണം ശക്തമായി വന്നാൽ, അതായത് ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് നേരെ നടക്കുന്ന ഒരു അന്വേഷണം പോലെ സുകുമാരൻ നായർക്ക് നേരെ ഒരു അന്വേഷണം വന്നാൽ ആട്ടപടലം സുകുമാരൻ താഴെ വീഴുമെന്നും
ഇന്നിപ്പോൾ നീ എന്ന് വിളിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ കാൽക്കൽ പോയി കിടന്ന് കാല് പിടിച്ച് കരയാനും സുകുമാരൻ നായർ തയ്യാറാകുമെന്നാണ് പലരും ഇപ്പോൾ വിമർശനം ചൊരിയുന്നത്. കഴിഞ്ഞ ദിവസം സുകുമാരൻ നായർക്കെതിരെ ഗണേഷ് കുമാറും പൊട്ടിത്തെറിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സുകുമാരൻ നായർക്ക് സമയം നൽകാതിരുന്നത് സമയത്തിന്റെ പരിമിതി കൊണ്ടാകുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുന്നയാളെ അവൻ ഇവൻ എന്നൊക്കെ വിളിക്കുന്നത് അന്തസ്സോ തറവാടിത്തമോ അല്ല എന്നും ഗണേഷ് കുമാർ വിമർശിച്ചത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കഴിഞ്ഞ 25 വർഷമായി എൻ്റെ ആത്മസുഹൃത്താണ്. പക്ഷേ ഇന്ന് ഞാൻ അദ്ദേഹത്തെ കാണേണ്ടത് മുഖ്യമന്ത്രിയായിട്ടാണ്, സുഹൃത്തായിട്ടല്ല. മുഖ്യമന്ത്രിയായി കാണുന്നതാണ് മര്യാദയും അന്തസ്സും. അല്ലാതെ അദ്ദേഹം വന്ന് എൻ്റെ കാലിൽ പിടിക്കണമെന്നൊക്കെ പറയുന്നത് ശരിയുള്ള കാര്യമല്ല. അദ്ദേഹം മുഖ്യമന്ത്രി തന്നെയാണ്, മാനിക്കപ്പെടേണ്ടയാളാണ്. അദ്ദേഹത്തിന് കൊടുക്കേണ്ട സ്റ്റാറ്റസും ബഹുമാനവും കൊടുക്കണം, ആരായാലും കൊടുക്കണം. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. മുഖ്യമന്ത്രിയെ അവൻ ഇവൻ എന്നൊക്കെ വിളിക്കാൻ ആർക്കും അവകാശമില്ല. അത് അന്തസ്സും തറവാടിത്തവുമല്ല. എൻ്റെ അഡ്രസ്സ് ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ എന്നാണ്. സുകുമാരൻ നായരെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു ഗണേഷ് കുമാറും സംസാരിച്ചത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്തോ പെരുന്നയിൽ പോയി അവിടെ അട്ടിപ്പേറ് കിടക്കണം എന്നൊക്കെയാണ് സുകുമാരൻ നായരുടെ പറച്ചിൽ. അതായത് എൻ്റെ കാൽ ചുവട്ടിൽ വന്ന് എൻ്റെ കാല് പിടിച്ച് കിടക്കണം കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാവരും. അങ്ങനെ പോയ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാവും, പക്ഷേ എല്ലാവരെയും ആ ഗണത്തിൽ പെടുത്തരുത്. സുകുമാരൻ നായർ ഒരു കാര്യം മനസ്സിലാക്കുക, NSSന്റെ ജനറൽ സെക്രട്ടറി എന്ന ഒരു പദവി മാത്രമേ നിങ്ങൾക്കുള്ളൂ. ആ പദവിക്ക് ഏതാണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പദവിക്ക് തത്തുല്യമായ പദവിയാണ് എന്നൊന്നും സുകുമാരൻ നായർ കരുതരുത്. എറാൻ മൂളികളായ കുറച്ച് നായന്മാർ കൂടെയുണ്ടെന്ന് കരുതി ആ സമുദായത്തിൻ്റെ മുഴുവൻ അവകാശവും നിങ്ങൾക്കാണെന്ന് ധരിക്കുകയും ചെയ്യരുത്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ അധികാരം ഏറ്റെടുത്തതിൻ്റെ തൊട്ട് പിന്നാലെ അങ്ങ് പെരുന്നയിലോട്ട് കൊണ്ടുവന്ന് കാഴ്ചവെക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? മുൻപ് അങ്ങനെ ഉണ്ടായിരുന്നവർ കാണുമായിരിക്കും. എന്നാൽ എല്ലാവരെയും അതിൽ കാണാൻ നിൽക്കുന്നതാണ് സുകുമാരൻ നായരുടെ തെറ്റ്. എന്തായാലും സുകുമാരൻ നായർക്ക് ഇപ്പോൾ 4 വഴിക്കൂടെയാണ് അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പെരുന്നാ പോപ്പിനെ ചുരുട്ടി കൂട്ടാൻ നായന്മാർ തന്നെ ഒത്തുകൂടുന്നുണ്ട്. അധികം താമസിയാതെ പണി കിട്ടുമെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മകനെ അടുത്ത ജനറൽ സെക്രട്ടറി ആക്കാൻ ഇങ്ങനെ മനക്കോട്ട കെട്ടി ഇരിക്കത്തേ ഉള്ളൂ, അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചോളാൻ നായന്മാർ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. ചാകുന്നവരെ ആ കസേരയിൽ അങ്ങ് ഇരിക്കാം എന്നായിരിക്കും സുകുമാരൻ നായരുടെ കണക്ക്.